വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ വിശുദ്ധ ദിവസത്തിലെ വായന ഭാഗം 2 ശമൂവേൽ 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങൾ. ഇന്നത്തെ ചിന്തയ്ക്കായി ന്യായാധിപന്മാരുടെ പുസ്തകം 11 അധ്യായം 36 വാക്യം. നിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതുപോലെ എന്നോട് ചെയ്യുക എന്ന് പറഞ്ഞു. ന്യായാധിപ കാലത്തെ വിമോചകരിൽ ഒരാളായിരുന്നു ഇഫ്താഹ്. യോർദാൻ അക്കരെ പാർത്തിരുന്ന അമോന്യരെ തോൽപ്പിക്കാൻ ഇഫ്താഹ് ഇസ്രായേൽ സൈന്യത്തെ സംഘടിപ്പിക്കുകയും അവർക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. അങ്ങനെ അതിൽ വിജയിക്കുവാനും ഇസ്രായേലിന് 6 സംവത്സരം ന്യായാധിപനാകുവാനും സാധിച്ചു. ഇഫ്താഹിന് ഏക പുത്രിയായിരുന്നു ഉണ്ടായിരുന്നത്. അവളുടെ പേര് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുമില്ല. ഈ പിതാവും മകളും ഇന്നത്തെ കാലഘട്ടത്തിന് ഒരു മാതൃകയാണ്. എങ്ങനെയായിരുന്നു അവർ മാതൃകയായി തീർന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, യഹോവയ്ക്ക് നേർച്ച നേരുന്ന പിതാവ്. യഹോവ ഭക്തരായിരുന്നു ഈ പിതാവും മകളും. ഇഫ്താഹ് വേശ്യാപുത്രനായിരുന്നതിനാൽ അവകാശങ്ങൾ നിഷേധിച്ച് തൻ്റെ സഹോദരന്മാർ തന്നെ അകറ്റി നിർത്തിയിരുന്നു. എന്നാൽ അമോന്യരിൽ നിന്നും തങ്ങളെ രക്ഷിക്കണമെന്ന സഹായ അഭ്യർത്ഥനയുമായി തൻ്റെ സഹോദരങ്ങളും പിതൃഭവനവും ഇഫ്താഹിൻ്റെ അടുക്കൽ എത്തുകയുണ്ടായി. തൽഫലമായി ആ അഭ്യർത്ഥന സ്വീകരിച്ച ഇഫ്താഹ് അവരോടൊപ്പം പോകുവാനായിട്ട് സന്നദ്ധനാകുന്നു. ന്യായാധിപന്മാർ 11 അധ്യായം 29 വാക്യത്തിൽ, അപ്പോൾ യഹോവയുടെ ആത്മാവ് ഇഫ്താഹിന്മേൽ വന്നു എന്ന് പറയുന്നു. യഹോവ ഭക്തനും ദൈവാത്മ പ്രേരിതനുമായിരുന്നു ഇഫ്താഹ്. അങ്ങനെ ആ യാത്രയിൽ ഇഫ്താഹ് യഹോവയ്ക്ക് ഒരു നേർച്ച നേർന്നു. ഈ യുദ്ധത്തിൽ ഞാൻ വിജയിച്ചാൽ, അതായത് നീ അമോന്യരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ, ഞാൻ ഈ യുദ്ധത്തിൽ ജയിച്ച് സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടുവാതിൽക്കൽ നിന്ന് എന്നെ എതിരേറ്റു വരുന്നത് യഹോവയ്ക്കുള്ളത് ആകും. അത് ഞാൻ ഹോമയാഗമായി അർപ്പിക്കും എന്ന ഒരു നേർച്ച ഇഫ്താഹ് അവിടെ നേരുന്നതായിട്ട് നമുക്ക് കാണാം. ഇത്തരത്തിൽ നേർച്ച നേരുന്നത് പൂർവ്വ മാതാപിതാക്കന്മാരുടെ ഇടയിൽ പതിവായിരുന്നു. യാക്കോബ്, ഹന്ന തുടങ്ങിയവർ നേരുകയും നിവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, സങ്കീർത്തനങ്ങൾ 66 സഭാപ്രസംഗി 5:4 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലും നേർച്ച നേരുകയും നിവർത്തിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ ഇഫ്താഹും താൻ നേർന്ന നേർച്ച നിവർത്തിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. രണ്ടാമതായിട്ട്, ഇഫ്താഹിൻ്റെ മകളുടെ വിശ്വാസവും ധൈര്യവും ഇവിടെ നമുക്ക് കാണാം. അപ്പൻ്റെ വാക്കുകൾക്ക് വില നൽകുന്ന ഒരു വ്യക്തിത്വ പ്രകടനമായിരുന്നു അവൾ കാണിച്ചത്. അപ്പൻ്റെ നേർച്ച നടപ്പിലാക്കുവാൻ അവൾ ഉത്തരവാദിത്വത്തോടെ സ്വയം സമ്മതിക്കുന്നു. അതാണ് നാം കുറിവാക്യത്തിൽ വായിച്ച് കേട്ടത്. അപ്പാ, നീ യഹോവയോട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതുപോലെ എന്നോട് ചെയ്യുക എന്ന് പറയുന്ന ഒരു മകളെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പനെ പോലെ തന്നെ ധൈര്യവും അപ്പൻ്റെ ദൈവത്തോടുള്ള വിശ്വാസവും ആഴമായ നിശ്ചയദാർഢ്യവുമുള്ള മകളായിരുന്നു ഇഫ്താഹ് പുത്രി. അവൾക്ക് അപ്പനോട് ഒരു അപേക്ഷ മാത്രം, തൻ്റെ കന്യകാത്വത്തെ കുറിച്ച് വിലപിക്കുവാനുള്ള ഒരു അവസരം. അങ്ങനെ 2 മാസത്തിനു ശേഷം മടങ്ങി വന്ന അവൾ അപ്പൻ്റെ പ്രതിജ്ഞയ്ക്ക് വിധേയയായി. അങ്ങനെ യഥാസമയം ആ പ്രതിജ്ഞ നിറവേറപ്പെട്ടു. അപ്പൻ്റെ പ്രതിജ്ഞാ പാലനത്തിനായി ശിരസ് കുനിച്ച ആ പെൺകുട്ടിയെ ഇന്നും ഇസ്രായേൽ കന്യകമാർ ആദരിക്കുന്നു. ഭൂമിയിൽ ഒരു രാജകുമാരിയെപ്പോലെ ജീവിച്ച് കുടുംബിനിയാകേണ്ട ഈ പ്രഭുകുമാരിയെ ധീരതയുടെ പ്രതീകമായി ഇന്നും ഏവരും ഓർക്കുന്നു. അപ്പനിലൂടെ തൻ്റെ ഭവനത്തിൽ നിന്ന് ലഭിച്ച ദൈവിക ബോധമാണ് അവളെയും ഒരു ആഴമായ വിശ്വാസി ആക്കി തീർത്തത്. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ വിശ്വാസവും അതിൻ്റെ പൂർണ്ണതയും കണ്ടു വളരുവാൻ ഞങ്ങളുടെ തലമുറകളെ സഹായിക്കണമേ. ആമേൻ.